നമസ്കാരം. ഇന്ന് ഭാരതത്തിൻ്റെ 80-ാം സ്വാതന്ത്ര്യ ദിനമായിരുന്നു. എല്ലാവരും ആഘോഷിച്ചു. വളരെ സന്തോഷം തോന്നിയ ഒരു സ്വാതന്ത്ര്യ ദിനമാണ്. ഭാരതം മുഴുവനും വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. അത് വർഗവർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ ആലപിച്ചു. അത് സാധ്യമാക്കിയത് സംഘം എന്ന മഹാപ്രസ്ഥാനമാണ്. സംഘം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ 100-ാം വാർഷികം ആയിക്കഴിഞ്ഞു. സംഘം എന്ന മഹാപ്രസ്ഥാനം സഫലീകൃതമാക്കിയത് ഭാരതം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുകയുള്ളതാണ്. ആ പൂർണ്ണതയിലെത്തിക്കാൻ, പരമവൈഭവത്തിലെത്തിക്കാൻ സംഘം എടുത്ത പല പല നടപടികളും തീരുമാനങ്ങളും അതൊക്കെ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ളതായിരുന്നു. വന്ദേമാതരം പാടില്ല, വന്ദേമാതരം പാടില്ല, പാടുകയില്ല എന്ന് പറഞ്ഞവരൊക്കെ പാടിച്ചു എന്ന് തന്നെ പറയണം. ACC ആസ്ഥാനത്തിൽ വന്ദേമാതരം ആലപിച്ചു. प्रहरणधारिणी कमला कमलदल विहारिणी. അതിന്റെ പൂർണ്ണ രൂപത്തിൽ ദൈവഹിതം എന്ന് പറയട്ടെ, അത് തടയാൻ ACC കാര്യകർത്താക്കൾക്ക് കഴിഞ്ഞില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രസിഡന്റ് ഖാർഗെയൊക്കെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നു. അവർക്ക് പോലും കഴിഞ്ഞില്ല. അതൊക്കെ ഈശ്വര നിശ്ചയം എന്ന പോലെ നടന്നു. ഞാൻ ഇന്ന് പത്തനംതിട്ട ടൗണിൽ വന്നപ്പോൾ കുറേയേറെ കോൺഗ്രസ്സുകാർ വന്ദേമാതരം ആലപിക്കുന്നു. അതിനുശേഷം ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് RSSകാരാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് മാറി, അത് മാറ്റിച്ചു. അതാരാണ്? ദേശീയത ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ച സംഘം എന്ന മഹാപ്രസ്ഥാനമാണ്. പത്തനംതിട്ട മാത്രമല്ല, ACC ആസ്ഥാനത്തും ഭാരത് മാതാ കി ജയ്, ACC ആസ്ഥാനത്തും ഭാരത് മാതാ കി ജയ് വിളിച്ചു. വന്ദേ മാതരം. പണ്ടൊക്കെ ഭാരത് മാതാ കി ജയ് വിളിച്ചാൽ അവൻ RSSകാരനാണ് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ഭാരതമാതാവിന് ജയ് വിളിക്കുന്നത് ദേശഭക്തിയുള്ളവനാണ്, രോമാഞ്ചം ഉണ്ടാകുന്നത്. രാഷ്ട്രഭക്തിയുള്ളവനാണ്. രാഷ്ട്രത്തെ മാതാവായി കാണുന്ന സങ്കല്പം ഭാരതീയർക്ക് മാത്രമേ ഉള്ളൂ. ആ സങ്കല്പത്തിൽ നമ്മൾ നാൾക്കുനാൾ ഉയരെ പോകട്ടെ. എന്തായാലും നല്ലൊരു തുടക്കമാണ്. പക്ഷേ കേരളത്തിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വന്ദേമാതരം പാടാൻ പറ്റില്ല. മുസ്ലിം ലീഗിൽ ഉള്ളിടത്തോളം കാലം കോൺഗ്രസുകാർക്ക് അത് പാടാൻ പറ്റില്ല. VD സതീശന് അത് പാടാൻ പറ്റില്ല. ജനഗണമന മാത്രം ചൊല്ലി അവസാനിപ്പിച്ചു. അവർക്ക് വന്ദേമാതരം നിഷിദ്ധമാണ്. അത് അവരെ ജിഹാദി, ദേശദ്രോഹികൾ എന്ന് തന്നെ പറയണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ജിഹാദികൾ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ജിഹാദികളെ പിൻപറ്റി നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്ന മതേതരെന്ന് പറയുന്ന ഏറ്റവും വലിയ മത തീവ്രവാദികളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസിലെ അണികളെ പറ്റി ഞാൻ പറയുന്നില്ല. എന്നോടൊപ്പം ഉള്ളത് അഖിൽ മേക്കാട്ട്, ഓമല്ലൂർ അഖിൽ മേക്കാട്ട്, കണ്ണൻ എന്ന് വിളിക്കുന്ന അഖിലാണ് എന്നോടൊപ്പം ഉള്ളത്. അഖിൽ കുറച്ച് കാര്യങ്ങൾ പറയും. അഖിലെ പറഞ്ഞാട്ട്, സന്തോഷപൂർവ്വം പറഞ്ഞാട്ട്, ആഹ്ലാദപൂർവ്വം പറഞ്ഞാട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇതൊക്കെ കണ്ടപ്പോൾ, ഈ ഇൻസിഡൻസ് ഒക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ് വിചാരിച്ചു, ഏറ്റവും ഭാഗ്യം ചെയ്ത ജനറേഷൻ നമ്മൾ. എന്നെക്കാൾ ഭാഗ്യം ചെയ്തായിരിക്കും മനോക്കിൽ. കാരണം ഒരു കാലഘട്ടത്തിൽ പ്രത്യേക ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരിദിനമായിരുന്നു. അത് കണ്ട ആളാണ് ഞാൻ. അതെ, ആ കരിദിനം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കും. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ ഓഗസ്റ്റ് 15 അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ പോസ്റ്റേഴ്സ്, കരിദിനം, SCCA പോലുള്ള പാർട്ടികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അന്ന് മനുഷ്യച്ചങ്ങല, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു ഇതാണ്. പിന്നീട് ഞാൻ കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഈ ജനഗണമന, അതായത് ദേശീയ ഗാനം തിയേറ്ററുകളിലൊക്കെ നിർബന്ധമാക്കി ആ ഒരു കാലഘട്ടത്തിൽ
ചിലവർ പറഞ്ഞു ഇല്ല നമ്മൾ എഴുന്നേക്കത്തില്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, എഴുന്നേക്കാൻ പറ്റില്ല, ഇരിക്കണോ എഴുന്നേക്കണോ എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് വാദിച്ച കുറച്ച് ആളുകളുണ്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ് വന്ദേ മാതരം നിർബന്ധമാക്കിയ സമയത്ത് ഇവർ പറഞ്ഞു ഇല്ല നമുക്ക് ജനഗണമന പാടുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ദേശീയ ഗാനം പാടുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ വന്ദേ മാതരം പാടുന്നതിൽ ദേശീയ ഗീതം പാടുന്നതിൽ ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതേ ഗവൺമെന്റ് തന്നെ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞെന്താ നമുക്ക് വന്ദേ മാതരം പാടുന്നതിന് വിഷയമൊന്നുമില്ല, ഇവിടുന്ന് എവിടെ വരെ വന്നു മാറ്റങ്ങൾ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇവർ വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 വരികൾ പാടുന്നതിൽ വരെ എത്തി. അവര് അല്ല ഇപ്പൊ മുഴുവൻ കോൺഗ്രസ്സുകാർ മുഴുവൻ പാടി, AICC ആസ്ഥാനത്ത് പാടി, കേരളത്തിലെ VD സതീശൻ മാത്രമേ ഇവിടെ പാടാഞ്ഞത്. സംഘം ഇവിടെ കർണാടക പാടി, തെലങ്കാന പാടി, ഇവര് ഭരിക്കുന്ന പലയിടത്തും പാടി ഒന്നും തടയാൻ പറ്റിയില്ല, കോൺഗ്രസ്സുകാർ തടയാൻ പറ്റിയില്ല. ഇന്നത്തെ ആ വിഷണ്ണമായ മുഖം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ, സോണിയയുടെ, ഇറ്റലിക്കാരി സോണിയയുടെ വിപ്രാളപ്പെട്ട മുഖം, എന്തോ ഖാർഗെ ഒരു മന്ദബുദ്ധി, അയാൾ ഇങ്ങനെ തിക്കുമ്പൊക്കെ നോക്കുന്നു, അയാളുടെയൊക്കെ ആ ഒരു മുഖഭാവവും. പക്ഷെ ഇതില് ജയറാം രമേശാണ് ഇതില് ബുദ്ധിമാൻ. പുള്ളി പറഞ്ഞു സോണിയാഗാന്ധി നിർത്താനല്ല പറഞ്ഞത്, കസേര എടുത്തോണ്ട് ഖാർഗെക്ക് കസേര എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. അതിന് ഈ കസേരയുടെ ഇപ്പൊ ഒന്നുമല്ല, ഇങ്ങനെയൊക്കെ കൈ കാണിക്കും, എന്തോ ഒരു വെപ്രാള. ഇവിടുത്തെ ജിഹാദികളെ സന്തോഷിപ്പിക്കാന്നുള്ളൂ, ജിഹാദികളെ സന്തോഷിപ്പിക്കാനാ. അല്ലാതെ ഈ രാഷ്ട്രത്തെക്കാൾ അവർക്ക് പ്രാമുഖ്യം എന്താണ്? ജിഹാദി സന്തോഷമാണ്. മടുത്തിന് 3000 തവണ മതേതരത്വം പറയുന്നവരൊക്കെ ഈ ജിഹാദികളെ സന്തോഷിപ്പിക്കണം. ഇവിടെ നമ്മുടെ VD സതീശൻ പ്രളയ സമയത്ത് അവിടെ പോയി, കോയമാരുടെ അവിടെ പോയി ആഹാരം കഴിക്കാൻ പോയി. അത് പ്രളയത്തിൽ ഇവിടെ എല്ലാം പട്ടിണി കിടക്കുക, പച്ചവെള്ളം കുടിക്കാതെ കിടക്കുക. അദ്ദേഹം ഞാൻ 3 മണിക്ക് കുറച്ച് ആഹാരം കഴിച്ചാണോ തെറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അദ്ദേഹം കാണിച്ച ശുദ്ധ മോശമാണ് കാണിച്ചത്. പിന്നെ സംഘം ഇവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഞാൻ കണ്ടതാണ്. ഞാൻ ഇപ്പം 9ാമത്തെ വയസ്സിൽ സംഘശാലയിൽ പോയ ആളാണ്. അന്ന് RSS ശാഖയിലൊക്കെ പോകുന്ന RSSകാരൻ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ത് വേണം, പുച്ഛമായിരുന്നു, പൊട്ടു തൊട്ടാൽ മായ്ക്കുമായിരുന്നു, അതറിയാമോ? പിന്നെ രാഹി വലിച്ചു പൊട്ടിക്കുമായിരുന്നു. RSSകാരൻ നിക്കർ ജാത്തൻ എന്നായിരുന്നു തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്, നിക്കർ ജാത്തൻ. അന്നേരം ആ ഒരു അവസരത്തിലാണ് ഞാൻ സ്വയംസേവനായിട്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായ വിവേചനവും പല പ്രശ്നങ്ങളും അതിക്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പല ഫൈറ്റിങ്ങിലൂടെയൊക്കെയാണ് ഇത്രയും കാലം നിന്ന് പോയത്. അന്നൊക്കെ സത്യം പറഞ്ഞാൽ RSSകാരനാണെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ അങ്ങോട്ട് മാറി ഡാഷ് മോനെ എന്ന് പറയുമായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പോൾ RSSകാരനാണെന്ന് പറയാൻ, BJPക്കാരനാണെന്ന് പറയാൻ, അല്ല സംഘ സ്വയംസേവനാണെന്ന് പറയാൻ അഭിമാനമാണുള്ളത്. കാരണം ഒരു സംഘപ്രചാരകനാണ് ഭാരതം ഭരിക്കുന്നത് സംഘപ്രചാരകനാണ്. അപ്പോൾ ആ നിലയിലെത്തുമെന്ന് ഞങ്ങളൊന്നും അന്ന് പ്രതീക്ഷിച്ചതേയില്ല. 1979 ഞാൻ സംഘശാഖയിൽ പോകുന്നത്. ഇപ്പം ഏതാണ്ട് 49 വർഷമായി. ഈ അന്നത്തെ മാറ്റം ഞാൻ പറയാം. ആദ്യം നമ്മുടെ സമൂഹത്തിലേക്ക് സംഘം കൊണ്ടുവന്നത് രാമായണ മാസാചാരണമാണ്. ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തു. രാമായണ മാസം എന്നൊരു സംഗതി, ഒരു സങ്കല്പം പോലും നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് ഈ രാമായണ മാസം, ഓരോ ഭാഗത്ത് രാമായണ മാസം, ഒരിടത്ത് പോയി അപ്പുറത്ത് പോയി എല്ലായിടത്തും അവലും പലരും ഒക്കെ ഉണ്ട്, അത് കഴിക്കാൻ എല്ലായിടത്തും കൂടി നടക്കുമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. ആ രാമായണ മാസാചരണം അതെല്ലാം RSSകാരൻ്റെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അയിത്തമായി. പക്ഷെ അത് സമാജം ഏറ്റെടുത്തു, സമൂഹം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണജയന്തി, അതും സമാജം ഏറ്റെടുത്തു, സമൂഹം ഏറ്റെടുത്തു, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. എല്ലാവരും മത്സരിച്ച് ശ്രീകൃഷ്ണ വേഷം കെട്ടിയ എല്ലാവരും. അത് സന്തോഷമുണ്ട്. ഹിന്ദു ജനത ശ്രീകൃഷ്ണജയന്തി ഏറ്റെടുത്തു. ഇപ്പൊ RSSകാരായിട്ട് കൈവശം വെക്കണമെന്ന് RSSന് ആഗ്രഹമില്ല. ഇത് സമാജം ഏറ്റെടുത്താൽ മതി. സമാജം ഏറ്റെടുക്കുന്നതിനാണ് RSS നിലകൊള്ളുന്നത്. സമാജം മൊത്തത്തിൽ ആ ഒരു സംസ്കാരം, ഭാരതീയ സംസ്കാരം, ആർഷഭാരത സംസ്കാരം നിലനിൽക്കണം. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനരും പാഴ്സികളും സിഖുകാരും എല്ലാമുള്ള ഒരു സമൂഹത്തിൽ വളരെ ഐക്യത്തോടു കൂടി പോകണം. പക്ഷെ സനാതനധർമ്മം, വസുദൈവ കുടുംബം, അത് ഭാരതീയ സംസ്കാരത്തിൽ തന്നെ പോകണം. ആർക്കും ഇവിടെ ഇഷ്ടമുള്ള മതം ആചരിക്കാം, അവർക്ക് ജീവിക്കാം. അവർ ദേശഭക്തി ഉള്ളവരായിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർ നമ്മളെ പൈതൃകത്തെ അംഗീകരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർ ദേശീയത അംഗീകരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർക്കൊന്നാമതായിട്ടുള്ളത് മതമല്ല, ദേശീയത ആയിരിക്കണം. അല്ലാതെ ഇവിടെ ജീവിച്ചുകൊണ്ട് ചൈനയ്ക്ക് ജയ് വിളിക്കുന്ന മാർക്സിസ്റ്റുകാരൻ്റെ ദേശീയബോധമായിരിക്കരുത് ഇവിടെ ഉള്ള ജനതയ്ക്ക്. മാർക്സിസ്റ്റുകാരന് അവന് ചൈനയാണ് വലുത്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെയാണ് വലുത്. ദേശീയത അംഗീകരിക്കുന്നത് ഒരിതുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇവർക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ USSRുമായിട്ടായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ, റഷ്യൻ വിപ്ലവവും ഇതൊക്കെ വന്ന സമയത്ത് ഉദിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇവര് ബ്രിട്ടനെതിരായിരുന്നു. അതായത് തുടക്കത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെതിരായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ അതെ, ഇവരെതിരായിരുന്നു.
രണ്ടാം ലോകമഹായുദ്ധത്തിൽ വന്നപ്പം ഈ സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഒപ്പം ചേർന്നിട്ടാണ് യുദ്ധം ചെയ്തത്. അതെ. അതുകൊണ്ട് ഇവര് ബ്രിട്ടൻ ഒപ്പം ജർമ്മനിയൊക്കെ ആയിട്ടുള്ള യുദ്ധം. അതെ ഇവര് ബ്രിട്ടൻ ഒപ്പമായി. അങ്ങനെയാണ് PC ജോഷിയൊക്കെ കത്തെഴുതുന്നത് നമ്മൾ എന്ത് രീതിയിലും ഇതിന് അത് 1942 കാലഘട്ടത്തിലാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലാണ്. ഇവരെന്ത് ചെയ്തു? കാലുവാരി. ഇവര് കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടന്റെ ഒപ്പമായി. ആ സമയത്താണ് ഇവരുടെ പീപ്പിൾസ് വാർ എന്ന് പറഞ്ഞ മാഗസിൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ദേശാഭിമാനിയുടെ പോലത്തെ ഫണ്ടുകൾ കിട്ടുന്നത് തുടങ്ങാൻ വേണ്ടി കിട്ടുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. ഇവർ ബ്രിട്ടന്റെ വിധേയരായിരുന്നു. ഇവരുടെ വിചാരം എന്താ? സ്വാതന്ത്ര്യം ഈ ലോകമഹായുദ്ധം ഒക്കെ കഴിഞ്ഞ് ബ്രിട്ടൻ പോകുമ്പോൾ ഇവരെ ഏൽപ്പിക്കുമെന്നായിരുന്നു. പക്ഷെ ബ്രിട്ടൻ അവിടെ കാലുവാരി. ഇവര് സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയപ്പോൾ ബ്രിട്ടൻ കാലുവാരി കോൺഗ്രസിന് കൊടുത്തപ്പോ ഇവര് പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 48 ഇവർ കൽക്കട്ട തീസിസ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു തീസിസ് കൊണ്ടുവന്നു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ല. നമ്മള് റവല്യൂഷനിലൂടെ ഈ ഇന്ത്യ പിടിച്ചടക്കണം. അങ്ങനെ വന്നിരുന്ന പാർട്ടിയാണ് ഇവര്. 62 ചൈനീസ് യുദ്ധത്തില് ഇവര് ആർക്കൊപ്പായിരുന്നു? ചൈനയുടെ ഇന്ത്യയുടെ എന്നും പറയുന്ന ഭൂമി. അതെ മനസ്സിലായോ? നമ്മളെ ഭൂമി അല്ലല്ല, ചൈനയുടെ എന്ന് പറയും, ഇന്ത്യയുടെ എന്ന് പറയും. അത്ര ദേശദ്രോഹിലാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ. ആൾക്കാർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ അംഗീകരിക്കാത്ത ആളുകൾ. ഇന്ത്യൻ വഴി ചൈനക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചോര കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞൊരു പാർട്ടി. അല്ലെ, വേറെ നോക്കിക്കോളാം. ഇവിടുത്തെ ജിഹാദികളെ പോലെ തന്നെ, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ പോലെ തന്നെ ദേശദ്രോഹികളാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ. ഉറപ്പായിട്ടും യാതൊരു സംശയം വേണ്ട. അവർക്ക് യാതൊരു ദേശസ്നേഹമില്ല, അവർക്ക് ദേശീയതയില്ല. അവർക്ക് ദേശീയത, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേശീയത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അത് അവരുടെ ആശയപരമായിട്ട് അങ്ങനെയാണ്. ദേശീയതയില്ല, അവർക്ക് കമ്മ്യൂണിസമാണ് പ്രധാനം. അവരുടെ കമ്മ്യൂണിസ്റ്റ് മതമാണ്. കമ്മ്യൂണിസം എന്നുള്ളത് ഒരു മതമാണ്, അല്ല ഒരു കൂട്ടം, ഒരു മതം. അത് ഇസ്ലാമിനെ പോലെയും ഒക്കെ ഉള്ള ഒരു മതം, ഒരു സെമറ്റിക് മതത്തിന്റെ രീതിയാണ് തീവ്രമായ. സെമറ്റിക് മതത്തിന്റെ രീതിയിൽ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് ഓൺ സ്റ്റേറ്റുകൾ മാത്രമേ ഇവരുടെ മാതൃകാ രാജ്യങ്ങളായിട്ട് കാണും. പക്ഷെ അങ്ങനെ രാജ്യം ഇപ്പൊ ഇല്ല. ഇപ്പം നമ്മുടെ ഉത്തരകൊറിയ അല്ല, ക്യൂബയിൽ പോയ നമ്മുടെ ഒരു മാർക്സിസ്റ്റ് DYFI ഉണ്ടല്ലോ, അവരുടെ പേരെന്തോ? ക്യൂബയിൽ പോയി ചിന്താചോറം. ക്യൂബയിൽ പോയി. എന്തൊരു സുന്ദരം. കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നാണ് മരുന്ന് അങ്ങോട്ട് എത്തിച്ചത്. ക്യൂബ ദരിദ്ര രാജ്യമാണ്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാം. ഞാൻ ഖത്തറിൽ ഇരുന്ന സമയത്ത് അപ്പം എനിക്ക് സ്ഥിരം ഊബറിൽ വരുന്നത് ഒന്നെങ്കിൽ ഒരു പാകിസ്ഥാനി, പെഷവാറിലെ ഒരു പാകിസ്ഥാനി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂബക്കാരനായിരിക്കും. അപ്പൊ ഞാൻ ഈ കൗതുകം കൊണ്ട് ഞാൻ അവനോട് ഒരു ദിവസം ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഫിഡൽ കാസ്ട്രോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? ഇവന് സ്പാനിഷിലാണ് പറഞ്ഞത്, പക്ഷെ ആ വാക്ക് ഇംഗ്ലീഷുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു. എനിക്ക് പക്ഷെ ക്ലിയർ അല്ല, പക്ഷെ ഈ വാക്ക് ഇംഗ്ലീഷുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി തന്തയ്ക്ക് തന്നെ വിളിച്ചത്. അത്രയ്ക്ക് വെറുത്തു ക്യൂബക്കാര് കമ്മ്യൂണിസത്തെ അത്ര വെറുത്തു. പക്ഷെ നമ്മുടെ ഇവിടെ പറയുന്നത് എന്താ? ക്യൂബയില് കമ്മ്യൂണിസം ഭയങ്കരമാണ്, ക്യൂബ മറ്റേ തളിർത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്, മരുന്നുകൾക്കും ഭക്ഷണങ്ങൾക്കും ഒന്നും ഒരു കുറവില്ലാത്ത രാജ്യമാണ്. ആ ക്യൂബയിലേക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് മരുന്ന് കൊണ്ടുപോയിരിക്കുന്നു. എന്താ അല്ല, ഇവര് പറയുന്ന ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടോ? ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടോ? ഇല്ലല്ലോ, ചൈനയിൽ കമ്മ്യൂണിസം ഇല്ല. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, അതൊരു സ്വേച്ഛാധിപത്യ രാജ്യമാണ്. അവിടെ നല്ല ഐശ്വര്യമാണെന്നാ പറയുന്നത്. അവിടെ ഐശ്വര്യമാണ്, പക്ഷേ ഇതുപോലെ കിടന്ന് കൂവാൻ പറ്റത്തില്ല. വ്യക്തി സ്വാതന്ത്ര്യമില്ല. ജോലി ചെയ്യുക, 12 മണിക്ക് ജോലി ചെയ്യുക, ആഹാരം കഴിക്കുക, ഉറക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിക്കുക. അല്ലാതെ കൂവാനും കരയാനും തെറി വിളിക്കാനും ഒന്നും പറ്റത്തില്ല. ഒരു കൂട്ടിനകത്തിട്ടിരിക്കുന്ന ബ്രോയിലർ ചിക്കൻ പോലെ ജീവിക്കുകയാണ്. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, യാതൊന്നുമില്ല ഇല്ലാത്ത രാജ്യം. നമുക്കിത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ലതായിരിക്കാം, അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ സമ്പദ് വ്യവസ്ഥ എല്ലാം നല്ലതായിരിക്കാം. പക്ഷേ മനുഷ്യന് വേണ്ടി ആത്യന്തികമായിട്ട് വേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യം. അവന്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാനും, അവന്റെ അഭിപ്രായങ്ങൾ പറയാനും, അവന്റെ പ്രതിഷേധം അറിയിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രാജ്യത്ത്, ഒരു സ്ഥലത്ത് മനുഷ്യൻ ജയിലിൽ ജീവിക്കുന്ന കൂട്ട് തന്നെയാണ്. ചൈനയിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. പിന്നെ ചൈനയിൽ ഒരു വർഷം എത്ര പേര് കൊല ചെയ്യപ്പെടുന്നെന്ന് അറിയാം? 3000 പേരോളം കൊല ചെയ്യപ്പെടുന്നുണ്ട്. കൊല ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവിടെ ശിക്ഷാ രീതി വളരെ കർശനമാണ്. അതെന്താ സംഭവം അറിയോ? അവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിൽ അവർക്ക് പാർട്ടി ആയിരിക്കും അവിടെ റൂളിങ്. ഓക്കെ, ഇവരെ സംബന്ധിച്ച് ക്ലാസ്സുകളില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് അതായത് നമ്മുടെ ഇവിടെ ജാതി എന്ന് പറയുന്ന പോലെ തന്നെ ഇവർ ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെ അബോലിഷ് ചെയ്യാന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവര് എന്താന്ന് വെച്ചാൽ ഒരു പൗരൻ ഈ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വർഗ്ഗശത്രുവാക്കി ഇവനെ ഉന്മൂലനം ചെയ്യുക ചെയ്യുന്നത്. അവിടെ ആ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ, എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ, അവന് ഇനി ആ രാജ്യം വിട്ടുപോയാൽ പുറകെ പോയി അവർ പിടിച്ചു വെച്ചേക്കത്തില്ല. അപ്പൊ അവിടുത്തെ പലരും കാണാതാവുന്നുണ്ട്. വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ട്, ഉത്തരകൊറിയ. ഉത്തരകൊറിയ കിം ജോങ് ഉൻ. അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാ.
ഇവിടുത്തെ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ നടക്കുന്ന ഈ ഇവിടുത്തെ കുട്ടി സഖാക്കളോട് പറയുന്ന ഒരു കാര്യം, കമ്മ്യൂണിസവും ഇസ്ലാമിക് സ്റ്റേറ്റും വന്നാൽ നിങ്ങൾ ഈ പറയുന്ന യാതൊരു സ്വാതന്ത്ര്യവുമില്ല. നിങ്ങൾ ഈ കോയമാരെ പ്രീതിപ്പെടുത്തുന്നുണ്ടല്ലോ, ജിഹാദികളെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ഇവിടുത്തെ ഈ മുസ്ലിം മതത്തിൽപ്പെട്ടവർ പോലും ഈ രാജ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആവണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. അതായത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ പോലും. ഇപ്പോൾ ഒത്തിരി എക്സ് മുസ്ലിങ്ങളുണ്ട്, പുറത്തു വരുന്നവരുണ്ട്, തുറന്നു പറഞ്ഞ് പുറത്തു വരുന്നവരുണ്ട്. പുറത്തു പറയാത്ത മുസ്ലിങ്ങൾ ഒത്തിരിയും പേര് ഈ മതത്തിനകത്തുണ്ട്. അവർ ഭയന്ന് പറയാതിരിക്കുന്നതാണ്. വേറൊരു ഇതുണ്ട്, ഇറാനിയൻ വിപ്ലവത്തില് ഇവർ കമ്മ്യൂണിസ്റ്റുകാര് ഇവരൊപ്പമായിരുന്നു. ഇറാനിലെ ഇപ്പോൾ ഒപ്പമായിരുന്നു. അദ്ദേഹം ആ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഇല്ലാതാക്കി എക്സിക്യൂട്ടീവ് കമ്മ്യൂണിസ്റ്റുകാരുടെ മൊത്തം ഉന്മൂലനാശങ്ങൾ 10,000-കണക്കിന് കൊന്നു. കമ്മ്യൂണിസ്റ്റുകാരെ വിപ്ലവം നടത്തി പിന്നെ പിടിച്ചെടുത്ത അധികാരം പിടിച്ച ഖമേനി വന്നു, മുഖത്താണ് അതിനെ കാച്ചി. എന്നിട്ടും ഖമേനിയെ കൊന്നപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ നെഞ്ചു പൊട്ടി കരയുമായിരുന്നു, നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു. എന്തിനാ കരുതെന്ന് അറിയത്തില്ല. ഇവിടെ സദ്ദാം ഹുസൈനെ കൊന്നപ്പോൾ ഇവിടെ കരച്ചിലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ എല്ലാവരും കരച്ചിലായിരുന്നു. ഫലസ്തീൻ പ്രശ്നം ഹമാസ് കയറി അടിച്ച് തിരിച്ചടിച്ചപ്പോൾ ഭയങ്കര കരച്ചിലും. അങ്ങനെ ഇറാനിലെ പ്രശ്നം എല്ലായിടത്തും ഭയങ്കര കരച്ചിലാണ്. നമ്മൾ ഈ കരയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവർ മനസ്സിലാക്കണം. ഇവിടെ അവിടേക്ക് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കരയുന്നത് ഇവിടുത്തെ ജിഹാദികളെ, ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ കരച്ചിൽ. അല്ലാതെ ഇത് മനുഷ്യത്വപരമായ കരച്ചിലല്ല. മനുഷ്യത്വപരമായ കരച്ചിലായിരുന്നെങ്കിൽ അവരിവിടെ കരഞ്ഞായിരുന്നു. ഇവിടെ ഒരുപാട് അല്ല, ഇസ്രായേലിൽ കയറി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ കൊന്നിട്ട് ഇവർ കരഞ്ഞില്ല. ഹമാസ് ചുണക്കുട്ടികൾക്ക് ഹമാസിന്റെ പ്രതികാരം നന്നായിട്ട് ജീവിക്കുന്ന പ്രതികാരം. ഹമാസിന്റെ പ്രതികാരം വന്നവർ ബംഗ്ലാദേശിൽ ഇൻസിഡന്റ് നടന്നിരുന്നു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ബംഗ്ലാദേശിൽ ഒരിക്കലും ഒരു കൂട്ടത്തിന് വിട്ടുകൊടുത്തല്ലോ ഒരാളെ. അതെ, മതം നടത്തി കൂട്ടത്തിന് വിട്ട് തല്ലിക്കൊന്നു, തീ കത്തിച്ചു. അതൊന്നും ഇവിടെ ആരും ചർച്ചയാക്കിയില്ല. അതൊക്കെയാണ് അത്ഭുതകരമായ കാര്യം. നമ്മുടെ ഇവിടുത്തെ ഈ പലതും നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഇത്രയ്ക്ക് ഇങ്ങനെ പറയാൻ തോന്നുമല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും. പിന്നെ എന്തെങ്കിലും നമ്മുടെ പോസ്റ്റ് നമ്മളെ വിളിക്കുന്നത് ജിഹാദികളൊന്നും വിളിക്കാം, വർഗീയവാദി, സംഘി. അവൻ അവിടെ ബോംബും വെച്ചോണ്ടിരിക്കുന്നവനാ നമ്മളെ സംഗീതം, നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കും. നമ്മളിവിടെ ചുമ്മാതെ ഒരു പാന്റും വിട്ട് ഷർട്ടും വിട്ട് ചുമ്മാ തേരാപ്പാര നടക്കുന്നവനാ. അവൻ അവിടെ ബോംബ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കും. നമ്മൾ ഈ പറഞ്ഞ ഇവരെ ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ദേശീയതയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സംഘത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ രാജ്യത്തെയാണ്. ഇത് ഹിന്ദു രാജ്യമാണ്. ഹിന്ദു രാജ്യം എന്നാൽ ഹിന്ദു സംസ്കാരമുള്ള രാജ്യമാണ്. അല്ലാതെ ഹിന്ദു മത രാജ്യം എന്നല്ല പറഞ്ഞത്. ഹിന്ദു സംസ്കാരം, ആർഷഭാരത സംസ്കാരം, അത് ജയ് ഹിന്ദ് എന്ന് പറയുന്നത് തന്നെ അതുണ്ട്. ജയ് ഹിന്ദ്, ഇത് ഹിന്ദു രാഷ്ട്രം എന്നാണ്, ഹിന്ദുസ്ഥാൻ എന്നാണ് ഈ രാജ്യത്തിന്റെ പേര്, ഹിന്ദുസ്ഥാൻ, ഭാരതീയം. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇത് ഭാരതം തന്നെയാണ്, ഇത് ഇന്ത്യ തന്നെയാണ്, ഇത് ഹിന്ദുസ്ഥാനാണ്. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാവുന്ന സ്ഥലമാണ്. ഇവിടെ ഇനി പോകെ ദേശീയത ഉയർന്നു വരട്ടെ. ദേശീയത ഉയർന്നു വരേണ്ടത് ഈ രാജ്യത്തിന്റെ ഉന്നഗമനത്തിന് അത്യന്താപേക്ഷിതമാണ്. പറഞ്ഞു ദേശീയതയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇസ്രായേൽ ആ രാജ്യം നിലനിന്ന് പോകുന്നത് തന്നെ അവിടുത്തെ ദേശീയത. അതെ. അവരുണ്ടാക്കിയ ഡെവലപ്മെന്റ്സ്, അവരുണ്ടാക്കിയ R&D, അത് ഒരു രാജ്യത്തിനും അവർക്ക് അത് അവകാശപ്പെടാനില്ല. അത്രത്തോളം ഒരു ചെറിയൊരു രാജ്യം, കേരളത്തിനേക്കാൾ ചെറുത്, 1,40,00,000. അതെ. ഇവര് ഒരിടയ്ക്ക് 7 രാജ്യങ്ങൾ ഇവരെ ചേർന്ന് ആക്രമിക്കാൻ വന്ന സമയത്ത് ഓരോ വീടും അവിടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അവരതിനെ ഒന്നാലോചിച്ച് ഒരു ചെറിയ രാജ്യം 7 രാജ്യങ്ങളെ എതിരിട്ട് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും തകർക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് വന്നു. അത് തീർച്ചയായും അവരുടെ തീവ്ര ദേശീയത. ചില പറയും പിന്നെ RSS മുന്നോട്ട് വെക്കുന്ന തീവ്ര ദേശീയതയാണ്. തീവ്ര ദേശീയതയൊന്നുമില്ല, ദേശീയതയ്ക്ക് ഒറ്റ മുഖമേ ഉള്ളൂ, അത് ദേശീയ തന്നെയാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട് മനോക്കിൽ, നമുക്ക് രാജ്യമുണ്ടെങ്കിൽ, ഈ ദേശം ഉണ്ടെങ്കിൽ ഞാനെന്ന് മനോക്കിൽ എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഉള്ളു. അല്ലെങ്കിൽ നമ്മൾ അഭയാർത്ഥികളാണ്. രാജ്യം ഇല്ലെങ്കിൽ ആർക്കും കയറി അടിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിലൊരു ഇതാണെങ്കിൽ നമ്മൾ അഭയാർത്ഥികളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മൊറോക്കോയിൽ കണ്ടല്ലോ, അവര് അവിടുത്തെ ആളുകൾ വന്നിട്ട് സ്പെയിനിലേക്ക് പോകുന്നു, കുറെ ആളുകൾ വേറെ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നു. അത് സുരക്ഷിതമായിട്ടൊരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണാധികാരികൾ ഇല്ലെങ്കിൽ പിന്നീട് അവിടെ നടക്കുന്ന അനാർക്കിയാണ്. ആർക്കും എന്തും ചെയ്യാം. ലോ ഇല്ല, നിയമമില്ല. അതാണ് പറയുന്നത് ധർമ്മോ രക്ഷിതാന്ന്. അതായത് ധർമ്മം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളുള്ളൂ. ധർമ്മോ രക്ഷിത, ധർമ്മത്തെ രക്ഷിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന്. അതല്ല, ഈ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക പിൻവലിച്ചു, അവരുടെ ഫോഴ്സ് പിൻവലിച്ചു. അവിടെ താലിബാൻ ഭരണം. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വിഭ്രാന്തിയിലായി. അവിടുന്ന് ഒരു പ്ലെയിൻ കുറെ പേരെ കൊണ്ട് പോയി. അവിടെ വിഭ്രാന്തിയിലായ ഒരു പ്ലെയിൻ്റെ അവിടുത്തെ വിവരമില്ലാത്ത ജനങ്ങളായിരിക്കാം, പക്ഷെ ഭയന്ന ജനങ്ങളായിരിക്കാം. അതിന്റെ വീലിലൊക്കെ കെട്ടിപ്പിടിച്ച് കയറിയിരുന്ന് താഴോട്ട് വീണ് ചത്തുപോയി. അവരങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? അവരങ്ങനെ ചെയ്യാൻ കാരണം
ഇവര് മേളിൽ പോയി താഴെ വീണ് മരിക്കുന്നതിനേക്കാൾ ക്രൂരമായിരിക്കും ഇവന്മാരുടെ കയ്യിലെത്തിയാൽ, താലിബാന്റെ കയ്യിലെത്തിയാൽ. ഇപ്പൊ അവിടെ ഇസ്ലാമിക ഭരണമാണ്. അത് അവിടുത്തെ ഭരണാധികാരികൾ ഇന്ത്യയുമായിട്ട് ഇപ്പൊ നല്ല ടൈംസിലാണ് പോകുന്നത്, പാകിസ്ഥാനുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ടൈംസിലാണ് പോകുന്നത്. അല്ല, അത് ഓരോ രാജ്യത്തിന്റെ നയതന്ത്രപരമാണ്. പക്ഷെ അത് ആ ഗുണമൊന്നും അവിടുത്തെ രാജ്യ ജനങ്ങൾക്കില്ല. ഈ എവിടെ ഉണ്ട് ഇസ്ലാമിക ഭരണമുള്ള, ഇസ്ലാമിക രീതിയിൽ മാത്രം ഭരണമുള്ള ഏത് രാജ്യത്തുണ്ട് സമാധാനം? ഇപ്പം അറബി രാജ്യങ്ങളെ കൂട്ടണ്ട, ബാക്കി എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. പാകിസ്ഥാൻ എന്താണ്? പാകിസ്ഥാനും അവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ, ദരിദ്ര രാഷ്ട്രമായിട്ട് ഇരിക്കുക. ബംഗ്ലാദേശ് കറണ്ട് ഇല്ല. അവിടെ സമ്പൂർണ്ണ അരാജകത്വമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതം നാൾക്ക് നാൾ ഉയരണം, ഭാരതം പരമവൈഭവത്തിലെത്തണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. നിങ്ങൾ മാർക്സിസ്റ്റുകാരായിരിക്കാം, കോൺഗ്രസ്സുകാരായിരിക്കാം, RSകാരായിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം, ആരുമായിക്കോട്ടെ. പക്ഷേ ദേശീയതയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നാകണം. ഞങ്ങൾ വക്കീലന്മാർ പറയാറുണ്ട്, നമ്മൾ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും, പക്ഷേ നമ്മുടെ പ്രൊഫഷൻ വരുമ്പോൾ നമ്മൾ ഒന്നായിട്ട് നിൽക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയതയുടെ കാര്യം വരുമ്പോൾ ഞാനത് പാടത്തില്ല, വന്ദേമാതരം എനിക്കിഷ്ടമല്ല, ദേശീയഗാനം എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ദേശീയതയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നായിരിക്കണം. ആ ഒരു സന്ദേശത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. എല്ലാവരും ഈ സന്ദേശവും വിമർശനവും എല്ലാം ഏറ്റെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിച്ചാൽ രക്ഷിക്കപ്പെടും.